ഫസ്റ്റ് പേപ്പറൊക്കെ ഈ തലേൻ്റെ അടി കൊണ്ട് വെച്ചേക്കുന്നത്. ചേട്ടാ എഴുന്നേറ്റേ. എന്ത് പെണ്ണ ഞാൻ എഴുന്നേക്കാലോ. ഉറങ്ങിയത് ഇതൊരു കഷ്ടം തന്നെ. ഇതാരായിട്ടായിരുന്നു വന്നത്? ഇത് ഈ ലെറ്റർ ആരാ തന്നെന്ന്? എനിക്കാരും തന്നിട്ടില്ല. ഏട്ടൻ കിടന്ന തലേൻ്റെ അടിയിലാണ് ഇത് കിടന്നത്. ഇതാരാ തന്നത് ഏട്ടന്? എന്നെ യൂണിഫോമിൽ കാണാൻ പ്രത്യേക ഭംഗിയാന്ന്. ഏതവള ഏട്ടാ ഇത്? എനിക്ക് എങ്ങനെ അറിയാന്ന് പറയുന്നത്? ഞാനത് അറിഞ്ഞു പോലില്ലല്ലോ. ഇതിപ്പോ ഏട്ടൻ അറിയാതെ എങ്ങനെ ഇവിടെ വരുന്നത്? ഇതിപ്പോ ആര് കൊണ്ടുവച്ച് എനിക്കറിയാമോ? ഏട്ടാ സത്യം പറഞ്ഞോ? ഇത് എന്താന്നുള്ളത് ഏട്ടാ സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇത് എല്ലാരെയും കാണിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്തറിഞ്ഞിട്ട് പറയുന്നത്? എന്തറിഞ്ഞിട്ടാണ്? ഏട്ടന് ഒരു നിമിഷം എന്നെ പറ്റിയ പിള്ളേരെ പറ്റിയ ചിന്തിച്ചാ? എന്നിട്ട് ഇന്നലെ കണ്ട ഒരുത്തിയുടെ കൂടെ ഏട്ടൻ പോകാൻ പോവല്ലേ? ആരെ കൂടെ പോയെന്ന് പറഞ്ഞു? ഞാൻ എനിക്ക് നിന്നെ നമ്മളെ പിള്ളേരെ പറ്റിയുള്ള ചിന്തകളേ ഉള്ളൂ. ഇനി ഒരു ചിന്തയും വേണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ എന്താണെങ്കിലും ഞാൻ എല്ലാവരോടും പറയും. വയസ്സാം കാലത്ത് അങ്ങനെ ഒരു പ്രേമം. ചേച്ചി ചേച്ചി ഓ ക്ലീറ്റോ ചേട്ടൻ എന്തേ? നീ വന്ന രണ്ടുപേരും ചേച്ചിക്ക് തൃപ്തിയായില്ല. ക്ലീറ്റോ ചേട്ടനെ കെട്ടാൻ വേണ്ടല്ലേ ഇങ്ങനെ എന്റെ തലയിലോട്ട് കെട്ടിവെച്ച് തന്നത്? എല്ലാം കൂടെ എന്റെ ജീവിതം തുറച്ചപ്പോ തൃപ്തിയായില്ലേ? എന്തോന്നടി കാര്യം പറയും? പുന്നാരെ ആങ്ങളോട് ഒരുത്തിക്ക് പ്രേമം. അയ്യോ വാ തുറന്ന ഈ മുരട്ട് വർത്താനം പറയുന്ന ഇവനെയൊക്കെ ആര് പ്രേമിക്കാൻ? ആര് പ്രേമിക്കാനാ? ഇതൊന്ന് നോക്കിക്കാ, വായിച്ചു നോക്ക്. ഏട്ടൻ മിണ്ടരുത്. കേറി പോവാനാ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കേറി പോണുള്ളൂ. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എന്തുവാടാ തന്നെ യൂണിഫോം എനിക്കല്ല ഭ്രാന്ത്. ഭംഗിയാണ്. എനിക്ക് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നീ നമ്മൾ തമ്മിൽ തീർക്കണം. നമ്മൾ തമ്മിൽ ഇനി പ്രശ്നം തീരത്തില്ല. എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താണ് അതിന്റെ ഉദ്ദേശം? നീ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? അറിഞ്ഞത് ഞാൻ കണ്ടടാ. ഇനി എന്തോന്ന് അറിയാൻ? ആവശ്യമില്ലാത്ത ഭ്രാന്ത് നിനക്കാണ്. ആശുപത്രിയിൽ ആരെ കൊണ്ടുപോകണമെന്ന് നമുക്കിപ്പോ തീരുമാനിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്കറിയാത്ത കാര്യമാണത്. എനിക്ക് അറിഞ്ഞൂടാ. കാക്കിക്കുള്ളിലെ കാമുക. ഒരു കാര്യം പറഞ്ഞേക്കാം. കാര്യം അറിയാനായിട്ട് സംസാരിക്കും. എന്തോ അറിയാനടാ? എന്തോ അറിയാവുള്ള അറിഞ്ഞല്ലോ. എനിക്ക് അറിഞ്ഞൂടാ. നീ ഒന്നും പറയണ്ട. അയ്യോ മോനെ, നീ ഒരു കാര്യം ചെയ്ത് ഒരു തൊട്ടില് കിടത്തി അതിൽ കെട്ടി ആട്ടി ഉറക്കിയിട്ട് കുപ്പിപ്പാലും കൂടെ വായിൽ വെച്ചു കൊടുക്കാം. ചേച്ചി എന്നെ ഏട്ടൻ തന്നെ ന്യായീകരിക്കുന്നത്? ക്ലീറ്റോ ചേട്ടനാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ ചേച്ചി സഹിക്കോ? അത് ഞാൻ ചെയ്യുന്നില്ല. അതാ എന്റെ തെറ്റ്. ചെയ്യേണ്ട വരൂല. അവൻ അങ്ങനെ തെറ്റ് ചെയ്യൂല. പുണ്യാളനല്ലേ? പുണ്യാളൻ. നീ കാര്യം യമ പറയാക്കൂല. ഈ പ്രേമലേഖനം എഴുതിയ ചിലപ്പോ പെണ്ണിനെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. പെണ്ണിനെ അത് ക്ലീറ്റോ അല്ല കനകൻ. ഏതാ സംസാരം നീ സൂക്ഷിച്ച് പറഞ്ഞേ. അയ്യോ എന്താ പറ്റിയത്? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടേ. കണ്ടോ? അവൻ അറിയില്ല. അവനൊന്നും അറിയില്ലടി. അവനൊന്നും അറിയില്ല. കള്ളൻ. എനിക്കാ കിട്ടിയത്. എവിടെ നിന്ന് കിട്ടി? ഏട്ടൻ കിടന്ന് തലേന്റെ അടിയിൽ. ഞാൻ വെളി കാണാൻ പോയി കിടക്കുന്നത്. അതെങ്ങനെ നിന്റെ തലമുണ്ടയുടെ അടിയിൽ? അല്ലടി, മാനത്തുനിന്ന് പൊട്ടി വീണ്. അവൻ അറിയില്ല. അവന്റെ മുഖം. അതെ, മാനത്തുനിന്ന് പൊട്ടി. നിനക്കെല്ലാം അറിയാം. കള്ള ദുഷ്ട. ലില്ലി, കുറെ വർഷമായിട്ട് ജീവിക്കുന്ന ആളാണ് നീ. എന്റെ പെങ്ങളെ ജീവിതം നായമാക്കി.